ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ നിൽക്കുന്ന 4.25 സെന്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിൽക്കുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി ഇന്റർലോക്ക് കട്ടുവെച്ച റോഡ് നമുക്ക് കാണാം. മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വിശാലമായ മുറ്റമാണ്. 3 വണ്ടി ഈസിയായി നമുക്ക് പാർക്ക് ചെയ്യാം. കാർ പോർച്ച് കൂടാതെ ഈ ഒരു ഭാഗത്ത് 2 വണ്ടിയോളം പാർക്ക് ചെയ്യാം. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ചെറിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭ്യമാവുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. താഴത്തെ ഫ്ലോറിലായി നമുക്ക് 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയി നോക്കാം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയ്ക്കുള്ളൊരു സ്പേസും വീടിൻ്റെ പുറത്തായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി വരാം. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. സെറ ബ്രാൻഡാണ് ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായാണ് വാഷ് കൗണ്ടർ വരുന്നത്. അത് ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സർവൻ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ടോയ്ലറ്റ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഇവിടെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരിക. ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. ഇപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു L ഷേപ്പിൽ വരുന്നൊരു ഹോള് തന്നെയാണ് ഇവിടെ ലഭിക്കുക. നേരെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു TV യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്താണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. കൂടാതെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി യൂണിറ്റും സ്റ്റഡി റൂമും നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് ഈ ഒരു ഭാഗത്തായാണ് വരുന്നത്. ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് സ്റ്റഡി റൂമിലേക്കും ബാൽക്കണിയിലേക്കുമെല്ലാമാണ്. അതിനു മുന്നായി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം.
സ്റ്റഡി റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി ഉക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 4.25 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 77 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.